ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എമിനന്റ് PSC അക്കാഡമിയിലേക്ക് സ്വാഗതം. ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നിലയിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു IBPS ക്ലർക്കിന്റെ വിജ്ഞാപനമുണ്ട്. അപ്പോൾ ഇതിന്റെ വിശദാംശങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ശ്രദ്ധിക്കണേ, 11,400 അല്ലേ, 11,400 ഒഴിവുകളുമായിട്ടാണ് ഇപ്രാവശ്യത്തെ IBPS വിജ്ഞാപനം പുറത്തു വന്നിരിക്കുന്നത്. നോക്കണം, 11,400 ഒഴിവുകളാണ് ഉള്ളത്. ഹ്യൂജ് വേക്കൻസിയാണ്. അപ്പൊ ഈ ഒഴിവുകളുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഏറ്റവും പുതിയ IBPSന്റെ ക്ലർക്കിന്റെ വിജ്ഞാപനം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റുകൾ, ഒരു വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റുകൾ ആദ്യം നമുക്ക് പറയാം. ഓൺലൈൻ രജിസ്ട്രേഷൻ നോക്കണേ, രജിസ്ട്രേഷൻ ആരംഭിച്ചത് 1/8/2026 ആരംഭിച്ചു. രജിസ്ട്രേഷൻ അവസാനിക്കുന്നത് 21/8/2026 അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷനാണ് ആദ്യം നിങ്ങൾ നോക്കേണ്ടത്. ഓൺലൈൻ രജിസ്ട്രേഷൻ 1/8/2026 മുതൽ 21/8/2026 വരെ ഉണ്ട്. അപ്പോൾ 1/8 ആരംഭിച്ച് 21 വരെ ഉണ്ട്. ഈ മാസം 21-ാം തീയതി വരെ ഉണ്ട് എന്ന് മറക്കരുത്. അതുപോലെ തന്നെ ഫീസ് അടയ്ക്കേണ്ട ഡേറ്റ് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതും 1/8/2026 മുതൽ 21/8/2026 വരെയാണെന്ന് മറക്കരുത്. ക്ലിയർ ആണ്. ഒരു എഡിറ്റ് വിൻഡോയിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എഡിറ്റ് വിൻഡോ ഫോർ കാൻഡിഡേറ്റ്സ് ടു മോഡിഫൈ ഓർ കറക്റ്റ് ആപ്ലിക്കേഷൻ ഫോർ 2 days ആഫ്റ്റർ ദി ക്ലോഷർ ഓഫ് രജിസ്ട്രേഷൻ. അത് വിൽ ബി നോട്ടിഫൈഡ് ഒഫീഷ്യൽ IBPSന്റെ വെബ്സൈറ്റിൽ അത് കൃത്യമായി വന്നിരിക്കും. അവിടെ പറയുന്ന കണ്ടീഷൻ എന്താ? ഫോർ 2 days ആഫ്റ്റർ ക്ലോഷർ ഓഫ് രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ള 2 ദിവസമായിരിക്കും അത്. ആ ഡേറ്റും കാര്യങ്ങളും വെബ്സൈറ്റിൽ ഇന്റിമേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അറിയിക്കും. അതുപോലെ തന്നെ കണ്ടക്ട് ഓഫ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സെപ്റ്റംബർ 2024 പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രിലിംസും മെയിൻസും ഉണ്ട് ഈ പരീക്ഷയ്ക്ക്. അപ്പോൾ ഇതിൽ പ്രിലിംസിന്റെ, അതായത് ഡൗൺലോഡ് കോൾ ലെറ്റേഴ്സ് ഫോർ ഓൺലൈൻ എക്സാമിനേഷൻ പ്രിലിമിനറി, പ്രിലിംസിന്റെ പരീക്ഷ ഉണ്ടല്ലേ. അപ്പോൾ പ്രിലിംസിന്റെ പരീക്ഷയുടെ കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യുന്നത് എപ്പോഴാ? അത് സെപ്റ്റംബർ മാസമായിരിക്കുമെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ എക്സാമിനേഷന്റെ, പ്രിലിംസിന്റെ ഓൺലൈൻ എക്സാമിനേഷൻ ആണ്, അറിയാം, പണ്ടുതൊട്ടേ IBPS ഓൺലൈൻ ആണ്. അപ്പൊ എനിവേ പരീക്ഷന്റെ പരീക്ഷാ മാസം കൊടുത്തിട്ടുണ്ട്, ഒക്ടോബർ ആണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഓൺലൈൻ എക്സാമിനേഷൻ പ്രിലിംസ് ഒക്ടോബർ 2026. എപ്പോഴാ? ഒക്ടോബർ 2026. എങ്കിൽ റിസൾട്ട് ഓഫ് ഓൺലൈൻ എക്സാമിനേഷൻ റിസൾട്ട് എപ്പോഴാണ്? അത് നവംബർ 2026. നവംബർ 2026. അതുപോലെ തന്നെ മെയിൻസിന്റെ പരീക്ഷന്റെ ഡൗൺലോഡ് ഹോൾ ടിക്കറ്റ് അല്ലെങ്കിൽ കോൾ ലെറ്റർ, ഡൗൺലോഡ് ഓഫ് കോൾ ലെറ്റർ ഫോർ ഓൺലൈൻ എക്സാമിനേഷൻ മെയിൻസ് ആണെങ്കിൽ അതും നവംബർ 2026. അതുപോലെ തന്നെ മെയിൻസിന്റെ പരീക്ഷ കൊടുത്തിരിക്കുന്നത് ഡിസംബറിലായിരിക്കും. മെയിൻസിന്റെ പരീക്ഷ 2026 ഡിസംബറിലായിരിക്കും മെയിൻസിന്റെ പരീക്ഷ. ശേഷം പറയുന്നുണ്ട് പ്രൊവിഷണൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് മാർച്ച് 2027. മാർച്ച് 2027 ആയിരിക്കും പ്രൊവിഷണൽ അലോട്ട്മെന്റ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണ്? ശരി. അടുത്ത വീണ്ടും മുന്നോട്ട് പോകുന്നു. ഇതില് അടുത്ത് നമുക്ക് നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്സുകൾ. പരീക്ഷയെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ബാങ്കുകൾ ഇറക്കിയ ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, യൂക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ 3, 6, 9, 11 ബാങ്കുകളിലേക്കാണ് ഈ ഒഴിവുകൾ നിലവിലുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു സാലറി സ്കെയിൽ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ബേസ് 24,050 രൂപ. 24,050 ആണ് ഇതിന്റെ ഒരു ബേസ് റേറ്റുകൾ കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ നോട്ടിഫിക്കേഷനിൽ കൃത്യമായി അതിന്റെ ഒരു സബ് ക്ലാസും TA അല്ലെങ്കിൽ ബാക്കിയുള്ള HRA പോലുള്ള കാര്യങ്ങൾ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അപ്പൊ 24,000 മുതൽ 64,480 രൂപ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ശമ്പളം കിട്ടാം. 64 നമ്മുടെ സർവീസ് അനുസരിച്ച് സാലറി കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ HRA മാറും, സിറ്റി അലവൻസ് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് പിന്നെ പരിശോധിക്കേണ്ട കാര്യം ഏജ് മിനിമം, അതായത് ഏജ് ആസ് ഓൺ 1/8/2026. 1/8/2026 കണക്കാക്കുമ്പോൾ മിനിമം ഏജ് 20 വയസ്സ് പൂർത്തിയായിരിക്കണം. പരമാവധി ഏജ് 28 വയസ്സും പൂർത്തിയായിരിക്കണം. അപ്പോഴവിടെ കൃത്യമായി മെൻഷൻ ചെയ്യുന്നുണ്ട്. ഏജ് എന്ന് പറയുന്നത് 1/8/2026 അല്ലേ. 1/8/2026 ഏജ്, മിനിമം ഏജ് 20 വയസ്സും മാക്സിമം ഏജ് 28 വയസ്സും പൂർത്തിയായിരിക്കണമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെ ഒരു DOB അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ട്. നോക്കിയടേ, എ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് ബോൺ നോട്ട് ഏർലിയർ ദാൻ, അതായത് 2/8/1998 ശേഷവും
1/8/2006 ജനിച്ചവരായിരിക്കണം. അപ്പൊ എങ്ങനെയാണ് DOB പറഞ്ഞിരിക്കുന്നത്? 2/8/1998 ശേഷവും അതുപോലെ തന്നെ 1/8/2006 ജനിച്ചവരായിരിക്കണം. എ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് ബീൻ born not earlier than 2/8/1998 and not later than 1/8/2006. ബോത്ത് ഡേറ്റ്സ് ആർ ഇൻക്ലൂസീവ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ ആ ഡേറ്റിന്റെ ആ കാര്യങ്ങൾ കൃത്യമായി നോക്കണേ. അത് വെച്ചിട്ടാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ 2/8/1998 ശേഷവും അതുപോലെ 1/8/2006 ജനിച്ചവരായിരിക്കണം. ഇനി ഏജിന്റെ കേസിൽ റിലാക്സേഷൻ പറയുന്നുണ്ട്. SC/ST ആണെങ്കിൽ 5 വയസ്സാണ്. OBC നോൺ ക്രീമി ലെയർ ആണെങ്കിൽ 3 വയസ്സാണ് ഇളവുകൾ ലഭിക്കുന്നത്. അതുപോലെ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസിന് കൃത്യമായി 10 വയസ്സ് ഇളവ് പറയുന്നുണ്ട്. അതുപോലെ എക്സ് സർവീസ്മാൻ്റെ ഇളവുകൾ കൃത്യമായി അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. വിഡോസിൻ്റെയും ഡൈവോഴ്സ് റൂമിൻ്റെയും കേസ് കൃത്യമായി അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൃത്യമായിട്ട് പരിശോധിക്കുക. ശേഷം മുന്നോട്ട് പോകുന്ന സമയത്ത് നോക്കണേ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. അപ്പോൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കിയേ, a degree or graduation in any discipline from a university recognized by Government of India or any equivalent qualification recognized by such central government. അപ്പൊ ഡിഗ്രി ഉണ്ടായിരിക്കണമെന്ന് കൃത്യമായി പറയുന്നു അല്ലെ? ഡിഗ്രിയാണ് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. ഡിഗ്രി ആയിരിക്കണം ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? റൈറ്റ്. അപ്പൊ അതും വ്യക്തമായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ വ്യക്തമായി? 11,000-ലധികം വേക്കൻസികൾ ഉണ്ട് എന്ന് വ്യക്തമായി. 11-ലധികം ബാങ്കുകൾ ഉൾപ്പെട്ടുള്ള പരീക്ഷയാണെന്ന് വ്യക്തമായി. പരീക്ഷാ മാസവും ഡേറ്റും എല്ലാ കാര്യങ്ങളും വ്യക്തമായി. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണെന്ന് മനസ്സിലായി. DOBയും കിട്ടി. ഇനി എന്താ ആവശ്യം? ഇത് അപ്ലൈ ചെയ്യാനുള്ള ഫീസും കാര്യങ്ങളും വേണം അല്ലേ? നമുക്ക് ഇതിൽ പറയുന്നുണ്ട് കാൻഡിഡേറ്റ്സ് ക്യാൻ അപ്ലൈ ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. നോ അതർ മോഡ് ഓഫ് ആപ്ലിക്കേഷൻ വിൽ ബി എക്സ്പെക്റ്റഡ്. അതായത് മറ്റുള്ള ഒരു മോഡോ സ്വീകരിക്കുന്നതല്ല. ആപ്ലിക്കേഷൻ ഫീസ് അല്ലെങ്കിൽ ഇൻറ്റിമേഷൻ ചാർജസ് അത് നമുക്ക് അടയ്ക്കേണ്ടത് 1/8/2026 മുതൽ 21/8/2026 വരെയാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 175 രൂപയാണ് ഫീസായിട്ട് GST ഉൾപ്പെടെ ആർക്കാണ്? SC/ST, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, ESM, DSM കാൻഡിഡേറ്റ്സിന് 175 രൂപയാണ്. ഇനി അതല്ലാത്ത ബാക്കിയുള്ള ജനറൽ OBC കാൻഡിഡേറ്റ്സിന് 850 ഫീസായി പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ 175 രൂപ SC/ST, ഫിസിക്കലി ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ള ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പേഴ്സൺസിനും ESM-നും DSM-നും ഒക്കെ എത്രയാണ്? 175 ഇൻക്ലൂസീവ് GST. എന്നാൽ 850 ബാക്കിയുള്ള ജനറൽ കാൻഡിഡേറ്റ്സിനും OBC കാൻഡിഡേറ്റ്സിനും. മറന്നുപോലെ? റൈറ്റ്. ശരി, അടുത്ത മുന്നോട്ട് പോകുന്നു. ഇനി പരീക്ഷയുടെ സ്ട്രക്ചർ നമുക്ക് ആവശ്യമുണ്ട് അല്ലേ? പരിചയപ്പെടാം. അടുത്ത് നോക്കിയാലേ സ്ട്രക്ചർ ഓഫ് ദി എക്സാമിനേഷൻ. പരീക്ഷയുടെ സ്ട്രക്ചർ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ എന്താ സ്ട്രക്ചറിൽ പറയുന്ന കാര്യം പരിശോധിച്ചേ. ഒന്ന് പ്രിലിംസ് ചെക്ക് ചെയ്യാൻ. നമുക്ക് ആദ്യം പറയുന്നു പ്രിലിംസ് എക്സാമിനേഷൻ. ആദ്യം പറയുന്നേ പ്രിലിംസിന്റെ എക്സാമിനേഷനെ പറ്റി പറയുന്നുണ്ട്. എന്തൊക്കെയുണ്ട്? ഇംഗ്ലീഷ് ഉണ്ട്. 30 ക്വസ്റ്റ്യൻ ആണ് ഇംഗ്ലീഷിൽ. മാക്സിമം മാർക്ക് 30. അതിന് കൊടുത്തേക്കുന്ന ടൈം എന്ന് വെച്ചാൽ 20 മിനിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓൺലൈൻ പരീക്ഷയാണ്. അത് ന്യൂമറിക്കൽ എബിലിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. അവിടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 35 ആണ്. മാക്സിമം മാർക്ക് 35 ആണ്. 20 മിനിറ്റ് ആണ് കിട്ടുന്നത്. അടുത്ത റീസണിംഗ് ആണ്. റീസണിങ്ങുമായി ബന്ധപ്പെട്ട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 35 ആണ്. മാക്സിമം മാർക്ക് 35 ആണ്. 20 മിനിറ്റ് ആണ് അവിടെയും പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ്, മാക്സിമം മാർക്ക് 100, 60 മിനിറ്റ് ആണ് പരീക്ഷയിൽ കൊടുത്തിരിക്കുന്നത്. 60 മിനിറ്റ് ആണ് പരീക്ഷയിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? റൈറ്റ്. ശേഷം മുന്നോട്ട് പോകുന്നു. അടുത്ത പരിചയപ്പെടാം. ബോർഡിലുണ്ട്. ചെക്ക് ചെയ്തേ മെയിൻസ് എക്സാമിനേഷൻ. നമ്മൾ പറഞ്ഞില്ലേ മെയിൻസിന് ഡിസംബറിൽ ഒരു പരീക്ഷ കാണുമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ മെയിൻസിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നെയിം ഓഫ് ദി ടെസ്റ്റ് ആദ്യം എന്താ? ഒന്നാമത് ജനറൽ അവയർനെസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അവയർനെസ് ആണ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 40 ആണ് കേട്ടോ. 40 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പരമാവധി മാർക്ക് 50 ആണ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 40 ആണ്. മാക്സിമം മാർക്ക് 50 ആണ്. ടൈം എങ്ങനെയാണ്? 20 മിനിറ്റ് ആണ്. 20 മിനിറ്റ്. അതുപോലെ അടുത്ത് ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ മീഡിയം ഓഫ് എക്സാമിനേഷൻ എങ്ങനെയാ? അത് ഇംഗ്ലീഷ് തന്നെയാണല്ലോ. ഓക്കെ. അവിടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 40 ആണ്. 40 മാർക്ക് മാക്സിമം ഉണ്ട്. 35 മിനിറ്റ് ആണ് കേട്ടോ. അവിടെ 35 മിനിറ്റ് ആണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് എങ്കിൽ അടുത്ത വായിച്ചു നോക്കുക. റീസണിംഗ് ആണ്. റീസണിങ്ങിൽ 40 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 60 മാർക്കാണ് മാക്സിമം. 35 മിനിറ്റ് ആണ് പറയുന്നത്. അടുത്ത ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എത്ര മാർക്കാ? നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 40 ആണ്. മാക്സിമം മാർക്ക് എത്ര? 40 ആണ്.
40 35 മിനിറ്റ് ആണുള്ളത്. 35 മിനിറ്റ് ആണുള്ളത്. അങ്ങനെ ടോട്ടലി നമുക്ക് 160 ക്വസ്റ്റ്യൻസ് ഉണ്ട്. മാക്സിമം മാർക്ക് 200 മാർക്കാണ്. 125 മിനിറ്റും ഉണ്ട്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 160 ആണ്. മാക്സിമം മാർക്ക് 200 മാർക്കിലാണ്. 125 മിനിറ്റ് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മെയിൻസ് എക്സാമിനേഷന്റെ പാറ്റേൺ. ഇത്രയാണ് നമുക്ക് ബേസിക്കലി ഒരു വിദ്യാർത്ഥി നിലവിൽ വന്നിരിക്കുന്ന IBBS ക്ലർക്ക് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ എമിനന്റ് PSC നടത്തുന്ന തൊഴിൽ വീതിയുമായി ചേർന്ന് നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ തൊഴിൽ വീതിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഈ ക്രാഷ് കോഴ്സിന്റെ വിശദീകരണങ്ങൾ അറിയാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യണേ. ഞാൻ നമ്പർ ഇങ്ങോട്ടൊന്ന് എഴുതിയേക്കാവേ. നോക്കൂ, 98 95 53 44 71. നമ്പർ ഒന്നുകൂടെ വായിക്കാം. 98 955 34471 ഒരു നമ്പറുണ്ട്. അപ്പോൾ ഈ ഒരു IBBS ക്ലർക്കുമായി ബന്ധപ്പെട്ട് തൊഴിൽ വീതിയുമായി ചേർന്ന് നടത്തുന്ന ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും അതിന്റെ വിശദീകരണം അറിയാൻ താല്പര്യമുള്ളവരും തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഈ നമ്പർ കൃത്യമായി നമ്മുടെ കമന്റ് ബോക്സിലും നമ്മുടെ എമിനന്റ് PSC യൂട്യൂബ് നിലവിൽ നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന വീഡിയോന്റെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൃത്യമായിട്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ നമ്പറിൽ ഒന്നുകൂടെ നമ്പർ പറയാം, 98 955 34471. അപ്പൊ ആ നമ്പറിലേക്ക് കൃത്യമായിട്ട് കോൺടാക്ട് ചെയ്താൽ വിശദീകരണങ്ങൾ കിട്ടുന്നതായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ IBBS ക്ലർക്കിന്റെ ബാക്കിയുള്ള എല്ലാ വിശദീകരണങ്ങളും വരും ദിവസങ്ങളിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ക്ലാസ് IBBSന്റെ പ്രിലിംസിന്റെയും മെയിൻസിന്റെ ഒക്കെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബാച്ചിന്റെ വിശദീകരണങ്ങൾ അറിയാനായിട്ട് കൃത്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുക. നിലവിൽ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ യൂട്യൂബ് ക്ലാസ് കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക. എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ടും സീരിയസ് ആയും ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 98 955 34471 എന്ന നമ്പറിൽ കൃത്യമായിട്ട് കോൺടാക്ട് ചെയ്യുക. ശേഷം നമ്മുടെ ബാച്ചിന്റെ വിശദീകരണങ്ങൾ, ഫീസിന്റെ ഡീറ്റെയിൽസ്, തൊഴിൽ വീതിയുമായി ബന്ധപ്പെട്ട് നിലവിൽ നമ്മൾ ആരംഭിച്ചിരിക്കുന്ന ക്രാഷ് കോഴ്സിന്റെ വിശദീകരണം അറിയാൻ കഴിയും. ഓക്കെ അല്ലേ? അപ്പോൾ ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ ആണ്. ഓക്കെ, താങ്ക് യു.